പെരുങ്കള്ളി 4 ദിവസം മാത്രമാണ് കല്യാണമെന്ന്. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന്. എന്തൊരു പെരുങ്കള്ളമാണ് പെരുങ്കള്ളി പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തുടങ്ങാൻ ഉദ്ദേശിച്ചാണ്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസമെങ്കിലും നമ്മുടെ രാഹുൽ ഈശ്വർ പുതിയൊരു വീഡിയോ ആയിട്ട്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിച്ചെടുക്കാനും വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം ഈ സാധനം പൊക്കി പിടിച്ച് ഇന്നും വന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് പെരുങ്കള്ളി, നീ 4 ദിവസം മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് ഒഴിഞ്ഞു എന്നാണോ പറയുന്നത്? നീ പെരുങ്കള്ളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പറയുന്നത് ഒരു അന്യയായ പെൺകുട്ടിയെ പെരുങ്കള്ളി എന്നൊക്കെ വിളിക്കാൻ ഇദ്ദേഹത്തിന് എവിടുന്ന് അധികാരം കിട്ടിയെന്ന് നമുക്കറിയുന്നില്ല. എന്ത് അധികാരത്തിലാണ് ഒരു പെൺകുട്ടിയെ, ഒരു അന്യൻ്റെ മകളെ ഈ പെരുങ്കള്ളി എന്നൊക്കെ വിളിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്തോട്ടെ. പക്ഷെ മറ്റൊരു പെൺകുട്ടിയെ, പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടം ലൈംഗികമായി തന്നെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ആ നിയമത്തിന്റെ മുമ്പിൽ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അതറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കമന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ഈശ്വർ എടുക്കുന്ന നിലപാട്. കഴിഞ്ഞ ദിവസം വരെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്മൃതിജി, താങ്കൾക്കറിയാമല്ലോ ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കും? ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത, ആ വിവാഹം മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക? 2024 ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം. 2024 ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ നമ്മൾ ചർച്ച നടത്തുന്നത്? രാഹുൽ ഈശ്വർ, നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ ചർച്ച നടത്തുന്നത്? രാഹുൽ, സമയം ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. ആ പെൺകുട്ടി ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. ആ പെൺകുട്ടി ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. ഈ കഴിഞ്ഞ ദിവസം വരെ രാഹുൽ ഈശ്വർ പറഞ്ഞത് താൻ വിവാഹിതയാണെന്നുള്ള കാര്യം മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഈ കല്യാണം കഴിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെന്നും, അങ്ങനെ അത് പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടം ഈ കുട്ടി വിവാഹിതയാണെന്ന് അറിഞ്ഞതുമെന്നൊക്കെയാണ് നമ്മളോടും സമൂഹത്തിനോടും ഈ മാധ്യമങ്ങളിലിരുന്ന് ഇദ്ദേഹം, ഈ രാഹുൽ ഈശ്വർ എന്ന മനുഷ്യൻ ചലച്ചുകൊണ്ടിരുന്നത്. സമൂഹത്തിനോട് താൻ എന്തോ വലിയ കാര്യം വിളിച്ചു പറയുന്നു എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ പൊളിച്ച് കൈ കൊടുത്തു. ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഈ മുൻകൂർ ജാമ്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ കുട്ടിയെ പരിചയപ്പെട്ടത് ആ കുട്ടിക്ക് തൻ്റെ ഭർത്താവിനിൽ നിന്നും മറ്റുമൊക്കെ നേരിടേണ്ടി വന്ന ചില പീഡനങ്ങളുടെ പരാതികൾ പറയാനായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് സങ്കടം പറയാൻ ചെന്നു എന്നും, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാവുകയും അത് പിന്നീട് ലൈംഗിക ബന്ധത്തിലൊക്കെ എത്തിച്ചേരുകയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം ഇത് മാത്രമാണ്. ഇന്നലെ വരെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഈ കുട്ടി വിവാഹം കഴിച്ച കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം അറിയില്ലായിരുന്നു എന്നാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നു ഈ കുട്ടി എന്നെ പരിചയപ്പെട്ടത് തന്നെ വിവാഹിതയാണെന്നും അതിൽ നിന്ന് എനിക്ക് പീഡാനുഭവങ്ങൾ ഉണ്ടെന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് സങ്കടം പറയാമെന്ന ഈ MLA എന്ന വ്യക്തി, സാധാരണ ഒരു MLA ചെയ്യുക എന്താണ്? ഇങ്ങനെ ആരെങ്കിലും ഒരു പരാതി വന്ന് പറഞ്ഞാൽ അതിന് നിയമ നടപടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അഡ്വൈസ് ചെയ്ത് ആ കുടുംബത്തെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്ന ഒരു ധർമ്മം ചെയ്യേണ്ടടുത്ത് ഈ പരാതിയായി വന്ന ഈ കുട്ടിയെ കിട്ടിയ ഒരു അവസരം മുതലെടുത്ത് മറ്റെന്തോ ഒരു അവസരത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് ഈ കോടതി മുമ്പാകെ തന്നെ ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട എന്ന് ഈ രാഹുൽ ഈശ്വർ എന്ത് നിയമം പഠിച്ച ആളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിയമത്തിലൊക്കെ ഒരു ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അനുവാദമാണോ, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഇങ്ങനെ പരാതി വരുന്ന ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു കളയാം എന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ചു കളയാം എന്നും അനുവാദം കൊടുക്കുന്ന സെക്ഷൻ രാഹുൽ ഈശ്വറിൻ്റെ ഏത് നിയമപുസ്തകത്തിലാണ് പറഞ്ഞ എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ രാഹുൽ ഈശ്വറിൻ്റെ ആ വാദം അവിടെ പൊളിഞ്ഞു. നാട്ടുകാരോട് മാപ്പ് പറയേണ്ടതാണ്. മാധ്യമങ്ങളിൽ വന്ന് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയണം. ഇനിയാണ് ഇദ്ദേഹം പറയണത് 4 ദിവസമേ വിവാഹബന്ധം ഉണ്ടായുള്ളൂ എന്ന് ആ കുട്ടി പറഞ്ഞത്. 4 or 40 ആകട്ടെ രാഹുൽ ഈശ്വര, അങ്ങനെയാണെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കുട്ടിയോട് ഇത്തരത്തിലുള്ള അതിക്രമം കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആണ് രാഹുൽ ഈശ്വർ. അതായത് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
40 ദിവസം ആ ബന്ധം നീണ്ടു നിന്നു. ഇനി 400 ദിവസം തന്നെ നീണ്ടു നിന്നു എന്ന് കരുതാം. അതിനുശേഷം ആ കുട്ടി ഇങ്ങനെ ഒരു പരാതി പോയിട്ട് ഒരു MLA തൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കോ അധികാരി എന്നുള്ള നിലയ്ക്കോ ഒക്കെ പറഞ്ഞെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണോ ഇത്? താങ്കൾ എന്താണ് ഈ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത്? രാഹുൽ ഈശ്വറിന് ഒരല്പെങ്കിലും ഉളുപ്പ് തോന്നുന്നില്ലേ ഇത് ജനങ്ങളോട് വിളിച്ചു പറയാൻ? ആ കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ട്രാപ്പിൽ പെടുത്തുക എന്ന് തന്നെ കരുതുക. ആണെങ്കിൽ അതിൻ്റെ നിയമ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടിയിരുന്നു? ഇതിനു മുമ്പ് ചെയ്യാമായിരുന്നില്ലേ? എന്തിന് ആ കുട്ടി പരാതി കൊടുക്കുന്നവരെ ഈ രാഹുൽ മാങ്കൂട്ടം കാത്തിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഒരു ലീഗൽ നടപടി ആരംഭിക്കാമായിരുന്നില്ലേ? അപ്പോൾ അതിനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല, തെറ്റായുള്ള ഭാഗത്താണെന്ന് അയാൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അതിനെ രാഹുൽ ഈശ്വറിനെ പോലെ ഒരു വ്യക്തി ന്യായീകരിക്കാമെന്നത് മഹാ കഷ്ടമാണെന്നേ പറയാനുള്ളൂ. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. മറ്റൊരു വിഷയം മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.